വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വടകര MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. പേരാമ്പ്ര സ്വദേശി നീഷ്മയാണ് അറസ്റ്റിലായത്. നീഷ്മയും പേരാമ്പ്ര BRCയിലെ അധ്യാപികയാണ്. ഇതോടെ 3 അധ്യാപികമാരാണ് കേസിൽ അറസ്റ്റിലായത്. 3 പേരും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നു. കേസിൽ കൂടുതൽ പേർ ഉണ്ടെന്നും പോലീസ് വ്യക്തമാക്കുകയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3 അധ്യാപികമാരും ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അതിൽ യാതൊരു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലം പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അത്തരത്തിലുള്ള പരാതികളായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതായി എനിക്ക് അറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ AV ദിനേശിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ശരത് SS-ഉം അഭിജിത്ത് മുഴക്കുന്നുമാണ് ചേരുന്നത്. ആദ്യം ശരത്തിലേക്ക് പോയാൽ, ശരത്ത്, കൂടുതൽ പേർ നിരീക്ഷണത്തിലായിരുന്നു, കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നുള്ള വിവരം കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു അധ്യാപിക കൂടിയാണ് അറസ്റ്റിലാകുന്നത്. ഈ അറസ്റ്റിലായ അധ്യാപികമാരെല്ലാം ലഹരി ഉപയോഗിക്കുന്നവരുമാണല്ലേ? എങ്ങനെയാണ് നീഷ്മയിലേക്ക് അന്വേഷണം എത്തിയത്? വിനീത്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായി 2 അധ്യാപികമാരെ ഇത്തരത്തിൽ അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതികളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ 2 പേരെ അന്വേഷണ സംഘം നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു. അതായത് ഈ ലഹരി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്കാണ് അധ്യാപികമാരെ ഈ വലയിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ ആദ്യം പിടിയിലായ അവരുടെ അധ്യാപികമാരുടെ ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഇന്നിപ്പോൾ അറസ്റ്റിലായ നീഷ്മയടക്കം അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. പിന്നാലെ ഇവരുടെ പങ്ക് തെളിഞ്ഞതോടുകൂടി തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നീഷ്മയ്ക്കും ഈ പറയുന്നത് പോലെ നേരത്തെ അറസ്റ്റിലായ അധ്യാപികമാരെപ്പോൾ തന്നെ ഈ കേസിൽ സാമ്പത്തിക ഇടപാട് നടത്താൻ സഹായിച്ചു എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല നീഷ്മയടക്കം ഈ 3 അധ്യാപികമാരും ലഹരി MDMA അടക്കമുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെയാണ് ഇവർ പരസ്പരം പരിചയപ്പെടുന്നതും ഈ ജോലിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പരിചയപ്പെടുന്നു. എന്നാൽ ആ സൗഹൃദം വളരുന്നത് ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്നവർ എന്ന നിലയിലാണ്. പിന്നീട് ഈ ലഹരി വിൽപ്പനയുടെ കണ്ണികളാകാൻ വേണ്ടി ഇവർ മാറി എന്നുള്ളതാണ്. അതായത് ലഹരി വിൽപ്പനയ്ക്ക് പ്രധാനമായും നേരിട്ട് കൊണ്ടുപോയി ലഹരി നൽകുക എന്നതല്ല, മറിച്ച് ഇത്തരത്തിൽ ലഹരി സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടനിലക്കാരായി നിന്നു. അതായത് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഈ സാമ്പത്തിക ഇടപാടിനായി ലഹരി സംഘത്തിന് കൈമാറി, ഒപ്പം ATM-ഉം കൈമാറി. അങ്ങനെയാണ് ഈ ലഹരി സംഘത്തിന്റെ ഭാഗമാകുന്നത്. ഈ 3 പേരും എന്തായാലും ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ ലഹരി സംഘവുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇനി എന്തായാലും അന്വേഷണം നീളേണ്ടത് ഈ മുഖ്യ പ്രതികളിലേക്കാണ്. ഈ 2-3 അധ്യാപികമാർക്ക് പുറമെ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ വടകര CI വ്യക്തമാക്കിയിട്ടുള്ളത്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തണം. മാത്രമല്ല മറ്റൊരു അധ്യാപകൻ കൂടി നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് നിരീക്ഷണത്തിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ബാങ്ക് വിവരങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ പിടിയിലായ 3 പേരും പിടിയിലാകുന്നത് പ്രധാന കാരണം ബാങ്ക് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം തന്നെയാണ്. അതായത് ഈ സാമ്പത്തിക ഇടപാട് അത് അളവിൽ കൂടുതൽ വരുന്നു. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വാങ്ങുന്നവർ ഈ ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത്. അതൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് എന്തായാലും പ്രതികളെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും ഈ പറയുന്ന പോലെ 3 പേർ പിടിയിലായി എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നതാണ്. ശരത്ത് അപ്ഡേറ്റുകൾ നൽകുകയായിരുന്നു. അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുകയാണ്. അഭിജിത്ത്, ലഹരി വസ്തുക്കൾ നേരിട്ട് കൊണ്ടെത്തിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പണമിടപാട് പിടിക്കപ്പെടില്ല എന്നതായിരുന്നു ഇവരുടെ ഒരു അമിത ആത്മവിശ്വാസം. ഇനി അറിയേണ്ടത് ഇവർ ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ഇതിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന്റെയൊക്കെ ഒരു കേന്ദ്രം ഉണ്ടാകുമല്ലോ, ഈ നെക്സസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതി ഉണ്ടാകുമല്ലോ, അതിലേക്കൊക്കെ അന്വേഷണം എത്തുകയും വേണം. ഇവിടം കൊണ്ട് തീരില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ അഭിജിത്ത്? വിനീത്, അക്കാര്യത്തിൽ സംശയമില്ല. വലിയൊരു ലഹരി ശൃംഖലയുടെ കണ്ണികൾ ഓരോന്നിനെയായി പോലീസ് ഇതാ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരികയാണ്. അതിൽ 3 പേരും അധ്യാപികമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അധ്യാപക ജോലിയെ മറയാക്കിക്കൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ലഹരി ഇടപാടുകൾ ഒക്കെ നടത്തിയത് എന്നുള്ളതും ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട വിഷയമാണ്.
ദിവസങ്ങൾക്ക് മുൻപ് സഫാൻ എന്നൊരാളെ MDMA-യുമായി പിടികൂടിയപ്പോഴാണ് വിനീത ഇങ്ങനെയൊരു ലഹരി ശൃംഖലയെക്കുറിച്ച്, ലഹരി സംഘത്തെക്കുറിച്ച് പോലീസിന് മനസ്സിലാക്കാനായി കഴിയുന്നത്. അങ്ങനെ ഈ സഫാനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോഴാണ് കീർത്തനയെക്കുറിച്ചുള്ള വിവരം ആദ്യം ലഭിക്കുന്നത്. കീർത്തനയെ പിന്നീട് പോലീസ് നിരീക്ഷണത്തിലാക്കി. ഈ കീർത്തന എന്നുള്ളത് കായിക അധ്യാപികയായിരുന്നു. വിവിധ സ്കൂളുകളിൽ പേരാമ്പ്ര, വടകര മേഖലകളിൽ കായികാധ്യാപികയായി ഇവർ പോയിട്ടുണ്ട്. സൂംബ യോഗ ക്ലാസുകൾ പഠിപ്പിക്കാനൊക്കെ ഇവർ പോയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ അക്കൗണ്ട് പോലീസ് നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിലാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെ കീർത്തനയെ ചോദ്യം ചെയ്യുന്നു. കീർത്തനയെ ചോദ്യം ചെയ്യുമ്പോഴാണ് കാവ്യയിലേക്കുള്ള വഴി തുറക്കുന്നത്. കാവ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ കാവ്യയെ കൂടി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇതാ ഇപ്പോൾ നീഷ്മ എന്നൊരാളിലേക്ക് കൂടി എത്തിച്ചേരാൻ പോലീസിന് കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ആദ്യം മംഗളൂരുവിൽ വെച്ചാണ് ഇവർക്ക് ഇങ്ങനെ MDMA ഉപയോഗിക്കാനായി ലഭിക്കുന്നത്. അങ്ങനെ MDMA ഇവർ ഉപയോഗിക്കുന്നു. പിന്നാലെ ഇതിന്റെ ഇടനിലക്കാരെ തേടി ഇവരുടെ യാത്ര തുടങ്ങുകയാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ MDMA-യുടെ ഇടനിലക്കാരുമായി ഇവർ ബന്ധം സ്ഥാപിക്കുന്നത്. ഇവർ അധ്യാപികമാരാണ് എന്നതറിഞ്ഞതോടുകൂടി MDMA വിൽക്കുന്നവർക്കും അതിന്റെ ഇടപാട് നടത്തുന്നവർക്കും അതൊരു മറയാക്കി ഉപയോഗിക്കാനായി കഴിഞ്ഞു. അങ്ങനെയാണ് ലഹരി ഇടപാടിലേക്ക് ഈ 3 പേരെയും എത്തിക്കുന്നതും അങ്ങനെ ഇതൊരു വലിയ ശൃംഖലയായി മാറ്റുന്നതും. വിനീത ചോദിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രം ഉണ്ടാകും. ആ കേന്ദ്രത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ലക്ഷ്യമിടുന്നത്. നീഷ്മയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ നിലവിൽ ഏതായാലും പോലീസിനുണ്ട്. അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് വരും ദിവസങ്ങളിൽ പോലീസ് കടക്കുക. കൂടാതെ തന്നെ സ്കൂൾ കുട്ടികളിലേക്ക്, വിദ്യാർത്ഥികളിലേക്കൊക്കെ ഈ ലഹരി എത്തിയിട്ടുണ്ടോ എന്നതുകൂടി പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. വിനീത, അതാണ് അധ്യാപനം മറയാക്കി ലഹരി കച്ചവടം നടത്തിയ 3 പേരാണ്, 3 അധ്യാപികമാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ റാക്കറ്റിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്.